സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. ഒരു മലയാളിയും 2 വിദേശികളുമടക്കം 28 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാക് ഭീകര സംഘടന ലഷ്കർ-ഇ-തയ്യബയുമായി ബന്ധമുള്ള റെസിഡന്റ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേക പദവി എടുത്തുകളഞ്ഞതോടെ ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രദേശം ശാന്തമായെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിലൂടെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ജമ്മു കാശ്മീരിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ആക്രമണം എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. हम लोग फौजी हैं, कुछ नहीं करेंगे, आपकी सेफ्टी के लिए आए हैं, आपकी सेफ्टी के लिए आए हैं, बैठो बैठो बैठो. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ CRPF സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് പഹൽഗാമിലുണ്ടായത്. അന്ന് സേനാ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. 40 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. കശ്മീരിനെ കേന്ദ്രഭരണത്തിന് കീഴിലാക്കി 5 വർഷം പിന്നിട്ടിട്ടും ഭീകര ശൃംഖലയെ ഇല്ലായ്മ ചെയ്യാനായിട്ടില്ലെന്ന് തുടരുന്ന ഭീകരാക്രമണങ്ങൾ തെളിയിക്കുന്നു. ജമ്മുവിലും സമീപകാലത്ത് ഒട്ടനവധി ഭീകരാക്രമണങ്ങളുണ്ടായി. കേന്ദ്രസേനയെയും സൈന്യത്തെയുമാണ് ഭീകരർ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന് ശേഷമുള്ള കാലയളവിൽ വിനോദസഞ്ചാരികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് കൂടുതലായി ആക്രമിക്കപ്പെട്ടത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ തെരഞ്ഞുപിടിച്ചുള്ള 6 ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലുണ്ടായി. ജമ്മു മേഖലയിൽ തദ്ദേശവാസികളും ഭീകരരുടെ തോക്കിന് ഇരയായി. 2017 ജൂലൈയിൽ അമർനാഥ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ റിയാസിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികളെക്കുറിച്ച് പാർലമെന്റിൽ സമീപകാലത്തുണ്ടായ ചർച്ചകളിലെല്ലാം ഭീകരാക്രമണങ്ങൾ ഇല്ലാതായെന്ന അവകാശവാദമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നത്. 10 വർഷത്തോളം മുമ്പ് നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോഴും ഭീകരർക്കെതിരായ നടപടിയെന്ന് മോദി സർക്കാർ അവകാശപ്പെട്ടു. പക്ഷേ ഫലത്തിൽ സംഭവിച്ചത് നേരെ വിപരീതവും. ഭീകരാക്രമണങ്ങളുടെ തുടർച്ച കശ്മീർ ജനതയുടെ ജീവിതം കൂടുതൽ അരക്ഷിതാവസ്ഥയിലാക്കി. പ്രധാന വരുമാനമായ വിനോദസഞ്ചാര മേഖലയും പ്രതിസന്ധിയിലാക്കി. അവകാശവാദങ്ങൾക്കും കൊട്ടിഘോഷിക്കുന്ന രാജ്യസ്നേഹ പരസ്യങ്ങൾക്കുമപ്പുറം രാജ്യത്തെ ഭീകരാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും പൗരന്മാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുകയാണ് വേണ്ടത്.